അപ്പോൾ നമ്മുടെ 100 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 63ാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാനിതാ ഇതുമൂനെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് നേരെ കിച്ചണിക്ക് പോവാട്ടോ. അവളെ രാവിലെ എഴുന്നേൽപ്പിച്ച് മദ്രസക്ക് പറഞ്ഞേക്കാന്നൊക്കെ പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നേരെ കിച്ചണിൽ പോയി എനിക്ക് ആദ്യം എൻ്റെ പരിപാടി എന്താ വെച്ചാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ അതേ സെയിം വെയിറ്റ് ആയിരുന്നു. സെയിം വെയിറ്റ് അല്ല, ഇന്നലെ നമ്മൾ 90.8 ആയിരുന്നു അല്ലേ. ഇപ്പം 90.3 കേട്ടോ. അപ്പം ഇന്ന് വെയിറ്റ് നോക്കിയിട്ടാണ് പിന്നെ ഞാൻ വെള്ളം കുടിക്കാനൊക്കെ നിന്നത് കേട്ടോ അന്ന്. അപ്പം വലിയൊരു കോപ്പ നമ്മൾ ഈ ഒരു വെള്ളം കൂടി നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം ഡയറ്റ് നമ്മുടെ കൂടെ ചെയ്യുന്നവരൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ, അത് നല്ല രീതിയിൽ ഫുള്ളായിട്ട് കുടിക്കാൻ ഒരു 9 മണി 10 മണി ആകുമ്പോഴേക്കും ഈ ഒരു പാത്രം വെള്ളം കഴിയും. പിന്നെ ഞാൻ ഉച്ചക്ക് കിടക്കുമ്പോഴൊക്കെ ഞാൻ സോഫയിൽ കുറച്ച് നേരം ഇങ്ങനെ കിടക്കും, എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ ആ സമയത്തും ഞാൻ ഇതേപോലെ വെള്ളം നിറച്ച് കൊണ്ടുപോകും. പിന്നെ രാത്രി കുടിക്കും. അങ്ങനെ 2-3.5 ലിറ്ററോളം വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ, ഒരു കണക്കിലിങ്ങനെ. പിന്നെ അല്ലാത്ത ചായ അതൊക്കെ വേറെ. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ആലോചിക്കാനുള്ള ടെൻഷനൊന്നുമില്ല. ഞാൻ ഇന്നലെ തന്നെ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് ഞാൻ ജസ്റ്റ് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ അതുള്ളതുകൊണ്ട് പിന്നെ വേഗം ബീഫ് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ദോശ ചുടാനേ ഉള്ളൂ. അപ്പോൾ ഇതുമും ഉളപ്പച്ചി ഒരുമിച്ചാട്ട വന്നതിന്ന്. ഓള് മദ്രസിട്ട് വന്നു, കുറച്ച് കഴിഞ്ഞൊക്കെ തന്നെ ഉളപ്പച്ചി വന്നു. രണ്ടാൾക്ക് ദോശയൊക്കെ ചുട്ട് കൊടുത്തു. ബീഫൊക്കെ കൂട്ടി ഒരു ദോശയൊക്കെ നല്ല കഴിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഉളപ്പാക്കുന്ന എൻ്റെ ഉളപ്പാൻ തന്നെ എൻ്റെ തൊളി വരുള്ളൂ. എൻ്റെ കെട്ടിയവന് ഇന്ന് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടന്, അതായത് എൻ്റെ മൂത്തച്ഛന് തീരെ വയ്യാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ അരീക്കോട് തന്നെയാണ് കേട്ടോ, അരീക്കോട് ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കട്ടെ, ഞാൻ കണ്ടിട്ടേ വരുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ഇതുമൂന്ന് അവിടെ സ്കൂളിലാക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. വരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ ലിസ്റ്റൊക്കെ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ ഞാൻ ചായ കുടിച്ചു. അപ്പോൾ സത്യം പറയാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറിയാമല്ലോ ഇതുകൊണ്ട് പോയ ശേഷം ഞാൻ വേഗം പിന്നെ ചായ കുടിക്കാൻ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ ചായ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല ഇനി ഓണാക്കായിട്ടാണ് വീഡിയോ ഓണാക്കാൻ വിട്ടതാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ പിന്നെ നോക്കിയപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ വീഡിയോ കാണാനില്ല കേട്ടോ. പക്ഷേ ഞാൻ ഒന്നും അതിക്കൊക്കെ കൂട്ടിയിട്ടൊന്നുമില്ല, ഒരു കപ്പ് ചായ അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് മധുരം ഇടാറുണ്ട്. പക്ഷേ എനിക്ക് ആദ്യമേ അധികം മധുരം ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒരു സ്പൂൺ ആ വലിയൊരു കപ്പ് ചായക്ക് ഒരു സ്പൂണൊക്കെ ഇട്ട് ഒരു നേർമ മധുരത്തിലേ ഞാൻ കുടിക്കുള്ളൂ. എനിക്ക് അധികം മധുരം തീരെ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഈ ഡയറ്റ് ആയിട്ടും ഞാൻ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു മാറ്റം പറയാനുള്ള എക്സസൈസ് ചെയ്യുന്നതാണ്. എക്സസൈസ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ നല്ല നമുക്ക് പിന്നെ എന്താ പറയുക, ഞാൻ വെയിറ്റിൽ ഒരുപാട് മാറ്റമുണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ മറ്റേ ഫ്ലെക്സിബിളായിട്ട് നമുക്കുണ്ടാവും. ഇങ്ങനെ ഈ ഒരു കുമ്പിടുക, ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേൽക്കുക, പിന്നെ നിസ്കരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ആ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് പനി തലവേദനയൊക്കെ ആയിട്ട് ഞാൻ ഈ എക്സസൈസ് 2-3 ദിവസം നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എനിക്ക് ഇങ്ങനെ മേലും കൈ ചെറുതായിട്ട് വേദന ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേദന ഇല്ലാത്ത രീതിയിൽ നമ്മളെ ബോഡിക്ക് അനുസരിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ ചെയ്യണത് കേട്ടോ. അപ്പം എന്താ പറയുക, ജ്യോതി മാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര താല്പര്യമായി, ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും തുടർന്ന് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞതല്ലേ, 40 വയസ്സ് കഴിഞ്ഞ് ശരിക്കും 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾ സ്ത്രീകളെ പ്രത്യേകിച്ചും നമുക്ക് ഈ പീരീഡ്സും കാര്യങ്ങളും ഹോർമോണിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറ്. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്കിപ്പോൾ 40 വയസ്സായി, ഇനിയുള്ള കാലമെങ്കിലും നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള പ്ലാനാണ്. 30 വയസ്സ് ആ സമയത്തൊക്കെ എൻ്റെ ഇതുമൂന്ന് പ്രസവം കാര്യങ്ങളും കുട്ടികളെ നോക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആയല്ലോ. മക്കളൊക്കെ ഒന്ന് വലുതായി, ഇതും തന്നെ സ്കൂളിൽ പോയി തുടങ്ങി, വലിയ മോള് കല്യാണം കഴിഞ്ഞു. അപ്പം നമ്മളും കുറച്ച് ഫ്രീ ആയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തൊക്കെ കാര്യങ്ങൾ ആദ്യം നമ്മളെ നോക്കണ്ടേ, എന്നാലും നമുക്ക് മറ്റുള്ളവരെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു എക്സസൈസും കാര്യങ്ങളും തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. ഞാൻ ഇതുവരെ എന്താ ചെയ്യാഞ്ഞേ എന്നുള്ളൊരു സംശയമുള്ളൂ. ഇതുവരെ ഒരു എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയപ്പം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാനത് തുടർന്ന് പോകുന്നുണ്ട്.
പിന്നെ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക നമ്മളൊരു ഫിറ്റായ പോലെ തോന്നും നമുക്ക് കാണുന്നവർക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഞാൻ അധികം മെലിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പക്ഷേ എനിക്ക് തന്നെ തോന്നും ഞാൻ ഒരുപാട് മെലിഞ്ഞ പോലെ നമുക്ക് എന്ത് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം ഒരു എല്ലാത്തിനും വഴങ്ങുന്ന പോലെയുള്ള ഒരു സംഭവം അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കുമ്പിട് അല്ലെങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പിടുത്തം വരുമ്പോൾ നമ്മൾ തോന്നും ഒന്നും കൂടി വെയിറ്റ് ഉണ്ട് തോന്നൂലേ. ഇപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എഴുന്നേൽക്കാനും എണീക്കാനും കുമ്പിടാനും എല്ലാത്തിനും കഴിയും. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ നല്ല വെയിറ്റ് കുറഞ്ഞിടുന്ന്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഞാൻ അധികം കുറഞ്ഞിട്ടില്ലല്ലേ എന്നൊക്കെ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇതുപോലെ പറഞ്ഞയച്ച് പിന്നെ എൻ്റെ കെട്ടിയവനും ഇപ്പോൾ വരില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം ക്ലീനിങ് പരിപാടികളൊക്കെ നിന്നിട്ടോ വേഗം അടിച്ചു വാരുക തുടക്കുക കഴിഞ്ഞതിന് ശേഷം കിച്ചണിക്ക് വന്ന് പിന്നെ ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പർക്ക് ഗോതമ്പ് ദോശയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. ഇതുപോലെ ഇന്നലത്തെ കുറച്ച് ഗീ റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് നന്നാക്കി ചൂടാക്കി വെച്ചു. പിന്നെ പപ്പടമൊക്കെ പൊരിച്ചു, തൈരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഞാൻ ദോശ കഴിച്ചു, 2 ഗോതമ്പ് ദോശയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ. രാവിലെ പിന്നെ ഇടനേരം ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ അതും ഇതും എടുത്ത് തിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ഭാരമുള്ള പണിയാണല്ലോ. അത് കഴിയുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം ഒരു 2-3 ഈത്തപ്പഴം ഒരു 4-5 ബദാം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതും ഇതേപോലെ കൊണ്ടുവച്ച് ഞാനിങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിച്ചതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് ഇപ്പോൾ എപ്പോഴും കിച്ചണിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് കിച്ചൺ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടില്ല, അധികം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോക്ക് ഇത്ര ലെങ്ത്ത് കുറവ്. നമുക്കിപ്പോൾ ഈ കിച്ചൺ ക്ലീനിങ് പരിപാടി അല്ലാതെ എന്താ കാണിക്കാനില്ല. എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കൽ പുറത്ത് പോകാണ്ടോ അപ്പോഴല്ലേ പുറത്തത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് ആ ഒരു 2 ചപ്പാത്തിയും ബീഫാണ് കഴിച്ചത്. തൈരൊക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നു. അതിന് ശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു 3:30 ആ സമയത്ത് എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇതിൻ്റെ മെഷീൻ കേടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ അത് നന്നാക്കി സെറ്റാക്കി കുട്ടപ്പനാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇത് തയ്ച്ച് കൊടുക്കാനുള്ളതാട്ടോ. അപ്പോൾ തയ്ച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് വേഗം അതൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ട് ഇത് പോകുന്നതാണ്. മുകളിലാണെങ്കിൽ അലമ്പായി കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസം മക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് അധികം വന്നില്ല. ഈ അലക്കിയതൊക്കെ ഇവിടെ കൊണ്ടുപോയിടും. പിന്നെ ഉണങ്ങാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ നിലത്ത് ഒക്കെ വിരിച്ചിടും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എലമ്പായി കിടക്കണ പോലെയൊക്കെ തോന്നുന്നു. ഇന്ന് തയ്ച്ച തുണിക വെട്ടഷ്ണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുകളിലേക്ക് നന്നാക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ. ആകെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. അതൊന്ന് നാളേക്കായിട്ട് അത് ചെയ്യണം. ഭയങ്കര എന്താ പറയുക, അത് ചെയ്യാഞ്ഞിട്ട് ഒരു എന്തോ പോലെ കേട്ടോ. ഭയങ്കര മടിയുണ്ട്, മടിച്ചിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത സംഭവം. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. 2 തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരു സമാധാനമായി. പുറത്തേക്ക് ഏതെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതാണ് കൊടുക്കണ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ഇതും സ്കൂളിട്ട് വന്ന മുതലുള്ള സ്കൂളത്തെ വീരകഥകളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് അവളെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും നിർത്തി പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മലയാള പാട്ട്. അപ്പോൾ ഏതാ പാട്ട് പാടിയാണ്, അപ്പോൾ പൂവേ പൂവേയുടെ പാട്ടാണെന്നൊക്കെയാണ് എനിക്ക് പാടിത്തരാൻ കേട്ടോ. അപ്പോൾ അതവൾ പാടിയപ്പോൾ അവിടുന്ന് മാഷ്ക്ക് ഇഷ്ടമായി, അവൾ സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് അവളെ കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീഷോന്ന് ഒരു ടാൻ ടോപ്പ് ഒരു എന്താ മക്കളെ ഇപ്പം നീനും ഇതുമൊക്കെ വെള്ള ഡ്രസ്സെല്ലാം ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെമ്മിയല്ല അങ്ങനെയുള്ളൊരു ടോപ്പ്, ഒരു ബനിയനൊക്കെ പോലുള്ള ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 140 രൂപ എന്തോ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ആ ഒരു ബനിയന് പോലെ നല്ല വലിഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്ന നല്ലൊരു ടോപ്പ്. അപ്പോൾ അത് പിന്നെ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വന്ന് എന്നാണ് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നേ ഉള്ളൂ ആ ബാഗിൽ കേട്ടോ. അപ്പോൾ ഞാൻ തുത്തുവിനോട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ തുത്താണ് ഓർഡർ ചെയ്യണത്. അപ്പോൾ അത് അതിൻ്റെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, പൈസ പോലെ റിട്ടേൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഓളെ സെലക്ട് ചെയ്ത സംഭവത്തിന് സന്തോഷം കൊണ്ടാണ് ഓൾ അതിങ്ങനെ പറഞ്ഞിരിക്കണത് കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 7 മണിയായി, നമ്മൾ എക്സസൈസിന് കയറുകയാണ്. 7 മണി എക്സസൈസ് കഴിഞ്ഞ് ഇതവിടേക്ക് എല്ലൊക്കെ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.